ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് എന്നിങ്ങനെയൊക്കെ മറ്റുള്ളവരെ ഉപദേശിക്കാൻ എളുപ്പമാണ്. അയാളുടെ ജീവിതത്തിലുണ്ടായ സംഭവം പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴായിരിക്കും ഒരുപക്ഷെ നമ്മൾ അതിന്റെ തീവ്രതയും ആഴവും ഒക്കെ മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരു ഉപദേശത്തിന് മുതിരുന്നില്ല. പക്ഷേ ഒന്ന് മാത്രം പറയാം, കൺട്രോൾ യുവർ സെൽഫ് ആസ് ഫോർ ആസ് പോസിബിൾ. മൈന ഈസ് പ്രഗ്നന്റ്. മൈന ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നു. എന്ത് പറ്റി മോളെ? ഒന്നുമില്ല ആശേച്ചി. എങ്ങനെയാ മോള് തലചുറ്റി വീണത്? പമ്പരം പോലെ. നിന്നെ ആരാ ഇപ്പൊ ഇങ്ങോട്ട് ക്ഷണിച്ചത്? അത് കൊള്ളാം. ഞങ്ങൾ വാടക കൊടുത്ത് താമസിക്കുന്ന റൂമിലേക്ക് വന്നിട്ട് ഞങ്ങളോട് ഇറങ്ങിപ്പോവാൻ പറയുന്നോ? ചവിട്ടി നിൽക്കുന്ന തറ ആരുടേതായാലും രണ്ടുപേര് സംസാരിക്കുന്നിടത്തേക്ക് ഇടിച്ചു കയറി വരുന്നതില് ഒരു മര്യാദ വേണം. ഞാൻ അറിയാത്ത രഹസ്യമൊന്നും ഇവളുടെ ജീവിതത്തിലില്ല. അതൊരു പാവാ. പലപ്പോഴും പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയാൻ ഇതിന് നാക്കില്ലാതെ പോവും. അപ്പോഴൊക്കെ അതിന് നാക്കായിട്ട് പ്രവർത്തിക്കുന്നതേ ഞാനാ. അതുകൊണ്ട് സംഭവിച്ചു പോയതാ ഈ മര്യാദകേട്. മാത്രമല്ല, അർജുനെ വേണ്ടെന്ന് മൈന പറഞ്ഞതിൽ പിന്നെ ഇവള് ചത്തോ ജീവിച്ചിരിപ്പുണ്ടോന്ന് തിരക്കാൻ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ ആരും ഇങ്ങോട്ട്. കൊല്ലാനല്ലോ, വാഴിക്കാനല്ലേ മൈനയെ നീ നിന്റെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത്. എന്നിട്ടിപ്പോ ഞാൻ കാണുന്നത് ആശുപത്രി കിടക്കയില്. മനുഷ്യനായ ചിലപ്പോ അസുഖമൊക്കെ വന്നെന്നിരിക്കും. അതിന് ചികിത്സ കൊടുക്കാതെ വെറുതെ അഴിച്ചുവിടുന്നതല്ല ഞങ്ങളുടെ പതിവ്. അങ്ങനെ ചെയ്താലേ ചിലപ്പോ ജയിലിൽ ചെന്നേ നിൽക്കും. ഒരു പീറ വർക്ക്ഷോപ്പുകാരനെ കണ്ട് ഞെളിയാതടി. എന്റെ അർജുൻ ഒന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിക്കോട്ടെ. അസുഖം ആരാണെന്ന് അവൻ കാണിച്ചു തരും. അത് കാണാനേ ഞാൻ ഇവിടെ കാത്തിരിക്കും. നീ എഴുതി വെച്ചോ, 7 സമുദ്രങ്ങൾക്കപ്പുറത്തെ കൊട്ടാരത്തിൽ മാന്ത്രിക പോട്ടിട്ട് നീ ഇവളെ ബന്ധിച്ചു വെച്ചാലും എന്റെ അർജുൻ ഇവളെ കൊണ്ടുപോയിരിക്കും. എഴുതി വെക്കാമായിരുന്നു, പക്ഷേ പേനയിലെ മഷി തീർന്നു പോയല്ലോ. സുനന്ദേ, ഡോക്ടർ ഗൗരിയോട് ദേഷ്യമുണ്ടെന്ന് കരുതി നീ വേണ്ടാത്തൊന്നും പറയല്ലേ. അവരുടെ കാര്യമാണ് ഞാൻ കൺഫേം ചെയ്യാതെ പറയൂ. പറയുന്ന തെറ്റാണെങ്കിൽ നമ്മുടെ പണി പാപ്പരം കൊടാ. അപ്പൊ ഉള്ളതാണോ? ആനടി. ഡോക്ടർ ശാലിനിക്ക് നേരത്തെ ഡൗട്ട് അടിച്ചിരുന്നു. പക്ഷെ കല്യാണം കഴിക്കാത്ത പെണ്ണായോണ്ട് ഊഹമൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് രാവിലെ ലാബ് റിപ്പോർട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്തു. റിപ്പോർട്ട് വന്നപ്പോ 100% ഉറപ്പായി പെണ്ണിന് ഗർഭം തന്നെ. ആ പെണ്ണ് ഡോക്ടർ ഗൗരിയുടെ ആരാന്നാ പറഞ്ഞേ? ഏതോ അകന്ന ബന്ധുന്നാ പറഞ്ഞത്. എന്താടി എന്റെ പേര്? മൈനയെന്നോ തത്തേന്നോ ഏതാണ്ട് അങ്ങനെ ഒരു പേര്. ആരുടേതാണെന്നറിയാവോ? അതൊക്കെ അവളോട് തന്നെ ചോദിക്കണം. എന്റെ താടി വല്ലാതെ വളർന്നിട്ടുണ്ടോടാ? ഈ ഇരുട്ടറെ കിടക്കണ നമ്മളിതൊക്കെ നോക്കിട്ട് എന്തിനാടാ? അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? എന്ത്? ഇവരെ നാളെ ജാമ്യം കിട്ടൂടാ. ആര് പറഞ്ഞ്? അതൊക്കെ കോടതി തീരുമാനിക്കേണ്ട കാര്യങ്ങളാടാ. നീ നോക്കിക്കോ, ഇവന് നാളെ ജാമ്യം ഉറപ്പാ. കാശുണ്ടല്ലോ എന്താ, നമ്മുടെയൊക്കെ തലവര വേറെ. മിക്കവാറും കേസ് വിധിയാവുന്നവർ ഇവിടെ തന്നെ കിടക്കേണ്ടി വരും. പുറത്തിറങ്ങിട്ട് എന്ത് ചെയ്യാനാ? ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണ്ടേ? നമ്മളായാലും ഇവനായാലും. പക്ഷെ ഞാൻ ഇനി ഇങ്ങോട്ട് വരില്ലടാ. അതെന്താടാ നിനക്ക് ഇത്ര ഉറപ്പ്? കാത്തിരിക്കാനും ക്ഷമിക്കാനും മനസ്സുള്ളൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഒരാളെ ഇവിടേക്ക് വരില്ലടാ. എന്റെ വീട്ടിലെ പെണ്ണ എന്നെ ഇവിടെ എത്തിച്ചത്, എന്റെ സ്വന്തം ഭാര്യ. ഇതങ്ങനത്തെ പെണ്ണൊന്നും അല്ലടാ. ഇവളാടാ പെണ്ണ്, ശരിക്കും പെണ്ണ്, എന്റെ മൈന. അത് ശരിയാ, മൈനയാകുമ്പോ ചിറക് കൂടി കാണും. എടാ നീ വേണ്ടാത്തൊന്നും പറഞ്ഞ അവന്റെ കയ്യിൽ തല്ല് വാങ്ങിച്ചു കൂട്ടണ്ട. അവൾക്ക് ചിറക് മാത്രമല്ലടാ, നല്ലൊരു മനസ്സ് കൂടിയുണ്ട്. നിനക്കൊന്നും സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള മനസ്സ്.
ഡോക്ടർ ഗൗരിയുടെ റിലേറ്റീവ് വന്ന പരിഗണനയിൽ ഡിസ്ചാർജ് പെട്ടെന്ന് കിട്ടി. മെഡിസിൻ വാങ്ങിക്കാനോ ബില്ലടയ്ക്കാനോ ഒന്നും ക്യൂ നിൽക്കേണ്ടി വന്നില്ല. പുള്ളിക്കാരിയെ കൊണ്ട് അത്രയെങ്കിലും ഉപകാരം ഉണ്ടായി. അങ്ങനെയൊക്കെ പറയാതെ മനസ്സാ. പിന്നല്ലാതെ വീട്ടിലൊരു ഡോക്ടർ ഉണ്ടായിട്ട് നമുക്ക് ഈ ഹോസ്പിറ്റലിൽ വന്ന് കിടക്കേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ? എനിക്കാണെങ്കിൽ ഹോസ്പിറ്റലിന്റെ മണം അടിക്കുമ്പോഴേ ഛർദ്ദിക്കാൻ വരും. കുറച്ചു നേരം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ നിന്റെ അടുത്തുള്ള ബെഡിൽ എന്നെയും കൂടി അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നേനെ. ഗൗരിയേച്ചിക്ക് തിരക്കായിട്ടില്ലേ മനസ്സാ? ഒലക്കയാ. എല്ലാ ദിവസവും ചുമ്മാ ഒരു പണിയില്ലാതെ വീട്ടിലിരിക്കുന്ന ചേച്ചിക്ക് എന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് മുടിഞ്ഞ തിരക്ക്. നിന്റെ മനസ്സിൽ ഇപ്പൊ തോന്നുന്ന ഈ ചിന്തയുടെ പേരാണ് പോര്. പോരോ? എന്ത് പോര്? ആ, നാത്തും പോര്. എന്നെ കളിയാക്കാൻ വേണ്ടിയാണെങ്കിലും ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഈ മുഖം ഒന്ന് തെളിഞ്ഞു കണ്ടല്ലോ. എനിക്കത് മതി. ഞാൻ പുതുതായി ഒരു തീരുമാനമെടുത്തു മോളെ. എന്താത്? ഇനിയിപ്പോ കരയില്ലാന്ന്. അത് തന്നെയാ ഞാനും എപ്പോഴും പറയുന്നത്. ചിരിച്ചാലും മരിക്കും, കരഞ്ഞാലും മരിക്കും. പിന്നെന്തിനാ കരയുന്നേ? നമ്മള് കരഞ്ഞാലും അത് മറ്റുള്ളവര് കാണണ്ടല്ലോ. പിന്നെയും പോയാ നിന്റെ മൂട്. എന്താ എന്താ നിങ്ങളിവിടെ? നിങ്ങള് റൂമിലല്ലായിരുന്നോ? ഈ ഹരിയേട്ടൻ ഇതെന്താ പറയുന്നേ? ഹരിയേട്ടനല്ലേ ഡിസ്ചാർജ് വാങ്ങി ഇവിടെ വെയിറ്റ് ചെയ്യാൻ ഞങ്ങളോട് പറഞ്ഞത്? എന്നിട്ട് ഡിസ്ചാർജ് വാങ്ങിയോ? ഹരിയേട്ടൻ ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഞങ്ങളുടെ കൂടെ. എന്നാ ഇനി നമുക്ക് റൂമിലേക്ക് പോവാല്ലേ? ഡിസ്ചാർജ് വാങ്ങിയിട്ട് റൂമിലേക്കോ? ഹരിയേട്ടൻ കാർ എടുക്ക്. ഞാൻ കാറിലാണോ വന്നത്? ഹരിയേട്ടാ, ഹരിയേട്ടന് ഇത് എന്ത് പറ്റി? ഏട്ടാ, എന്തു പറ്റി? ഒന്നുമില്ല, നിങ്ങൾ വാ. വല്ലാതെ പേടിപ്പിച്ച് കളഞ്ഞോട്ടോ ഇവള്. എന്റെ ബർത്ത്ഡേ മാത്രം അല്ലടി നീ കുളവാക്കിയത്, എന്റെ ഹണിമൂൺ കൂടിയാ. ഇതുവരെ എന്റെ സിദ്ധുവിനെ നേരാവണ്ണം ഞാൻ കണ്ടിട്ട് കൂടിയില്ല. നിന്നോട് ദൈവം ചോദിക്കും. ഹരിയേട്ടാ, ഇനിയിപ്പോ ഏതാ നമ്മുടെ വീട്ടിൽ ഇതുപോലൊരു ഫംഗ്ഷൻ? ഇനി ഇവളുടെ കല്യാണം ആയാലോ? ഈ ഹരിയേട്ടന് ഇത് എന്തു പറ്റി? ഇന്ന് രാവിലെ മുതൽ വേറെ ഏതോ ലോകത്താണല്ലോ. ഹരിയേട്ടാ, ഹരിയേട്ടാ, ഞാൻ ചോദിച്ചത് വല്ലതും കേട്ടോ? എന്താ എന്താ ചോദിച്ചേ? ഈ മൈനയെ പിടിച്ച് കെട്ടിച്ചു വിടണ്ടേന്ന്. ആ, വേണം. ആശ അവിടെ നിൽക്ക്. എന്താ സംഭവിച്ചത്? മുത്തശ്ശൻ ഇപ്പൊ എന്നോടൊന്നും ചോദിക്കരുത്. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ പോവും. എന്തായാലും എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഞാനല്ലേ എന്തിനു ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടത്? മുത്തശ്ശൻ ഇപ്പൊ എന്താ അറിയണ്ടേ? അവക്കെന്താ അസുഖം എന്ന് പറയേ? അസുഖമല്ല മുത്തശ്ശ, ഇത് സുഖം കൂടിപ്പോയതിന്റെ പ്രശ്നം. നീ എന്തൊക്കെയാ പറയുന്നേ? അവൾ അവളുടെ തനി നിറം കാണിച്ചു.
പെണ്ണിന് ദിവ്യഗർഭം. പാഴ്വാക്ക് പറയല്ലേ നീ. ഇത് നമ്മുടെ അർജുന്റെ ജീവിതത്തിലെ പ്രശ്ന. പാഴ്വാക്കല്ല മുത്തച്ഛ, സത്യം. ഇങ്ങനൊരു കാഴ്ച കാണിക്കാൻ വേണ്ടി മുത്തശ്ശൻ എന്നെ തള്ളി വിടേണ്ടിയിരുന്നില്ല ഹോസ്പിറ്റലിലേക്ക്. എന്റെ ജീവിതം പോലും വേണ്ടാന്ന് വെച്ച ഞാൻ അർജുന്റെ കുടുംബത്തിനായി യത്നിച്ചത്. ബലൂണിൽ കാറ്റ് നിറയ്ക്കുന്ന പോലെയാ മൈന അവന്റെ ഹൃദയത്തിൽ മോഹം നിറച്ചത്. അവസാനം ഒരു കളിക്കുട്ടിയുടെ ലാഘവത്തോടെ അവള് തന്നെ അത് കുത്തിപ്പൊട്ടിക്കുകയും ചെയ്തു. ഇപ്പൊ ചിതറിപ്പോയ ബലൂണിന്റെ കഷ്ണങ്ങൾ പോലെ നമ്മള് കുറെ ജന്മങ്ങൾ, ഉത്സവ പിറ്റേന്ന് അമ്പലപ്പറമ്പിൽ കിടക്കുന്ന കഷ്ണങ്ങൾ പോലെ ജീവിതത്തിന്റെ പുറംപോക്കിൽ ആർക്കും വേണ്ടാതെ അതെങ്ങനെ കിടക്കും? മൈന ഒരു പാവം എന്നല്ലേ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അർജുനൊന്ന് തൊട്ടപ്പോ എന്തായിരുന്നു അവളുടെ ബഹളം? അതൊക്കെ കണ്ടപ്പോ നമ്മളും അറിയാതെ അങ്ങ് വിശ്വസിച്ചു പോയി. നമ്മുടെ അർജുനെ നേര് വഴിക്ക് കൊണ്ടുവരാൻ പറ്റുന്ന നല്ലൊരു മനസ്സ് അവക്കുണ്ടെന്ന്. ഇതുവരെ നമ്മളൊരു പാവക്കുത്താ മുത്തശ്ശ കണ്ടുകൊണ്ടിരുന്നത്. നമ്മൾ മുന്നിൽ കണ്ടത് പാവകളെയല്ല, അണിയറയിലിരുന്ന് ചരട് വലിക്കുന്നവരാ ശരിക്കും കണ്ടത്. കളി തീർന്നു കഴിഞ്ഞു മാത്രമാ നമ്മളത് തിരിച്ചറിഞ്ഞെന്ന് മാത്രം. ഈ ബഹളമൊക്കെ ഒന്ന് അടങ്ങുമ്പോ അവളെ പിടിച്ചുകൊണ്ടുവന്ന് ആ കാൽച്ചുവട്ടിൽ ഇട്ടുകൊടുക്കുന്ന വാക്കു കൊടുത്തിരുന്നതാ ഞാൻ എന്റെ കുട്ടിക്ക്. മൈന ഇനി എന്തിനാ മുത്തശ്ശാവന്? നമ്മുടെയൊക്കെ മനസ്സ് അംഗീകരിച്ചാലില്ലെങ്കിലും മൈന ഗർഭിണിയായി കഴിഞ്ഞു. പക്ഷേ അതിനൊരു ഉത്തരവാദി ഉണ്ടാവുമല്ലോ. കുഞ്ചിത്തള്ള പറഞ്ഞതൊക്കെ ഇത്ര വേഗം മറന്നോ മുത്തശ്ശൻ? ഹരിയോ? നിങ്ങളെന്താ വൈകിയത്? ബില്ലൊക്കെ അടച്ചിട്ട് വരണ്ടേ സിദ്ധു? ഡോക്ടർ എന്താ പറഞ്ഞേ? ഇവൾക്ക് യാതൊരു കുഴപ്പമില്ലെന്ന്. പിന്നെ അല്പം രക്തക്കുറവുണ്ട്. അതിനിവള് ഭക്ഷണം കഴിച്ചിട്ട് വേണ്ടേ? ഈടെയായിട്ട് ഭക്ഷണം തീരെയില്ല, ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഭക്ഷണം കുറച്ച് തല്ലിയലിച്ച് വീണത് ഇവളാണെങ്കിലും കുളമായത് എന്റെ ബർത്തഡേയാ. ഇനി ഭക്ഷണം അങ്ങനെ കഴിക്കാതിരിക്കുന്ന കണ്ട നിന്റെ ചെവി പൊന്നാക്കി കളഞ്ഞ. സിദ്ധാർത്ഥൻ പുറത്തേക്ക് മറ്റോ പോകാൻ നിൽക്കണോ? അതെ, എനിക്ക് വർക്ക്ഷോപ്പ് വരെ ഒന്ന് പോണായിരുന്നു. ഇന്നിനി വർക്ക്ഷോപ്പിലൊന്നും പോകണ്ട. ബർത്ത്ഡേ ആഘോഷിക്കാൻ ഇവൾക്കും കഴിഞ്ഞില്ലല്ലോ. ഇവളെയും കൊണ്ട് പുറത്തേക്കൊന്ന് കറങ്ങിയിട്ട് വാ. ഒരു മെമ്മറബിൾ ഈവനിങ് ആവട്ടെ. ഹോസ്പിറ്റലിലൊക്കെ പോയി ഇന്ന് ഞാൻ വല്ലാതെ ക്ഷീണിച്ചേട്ടാ. അതൊന്നും സാരമില്ല. മാരേജ് കഴിഞ്ഞ് നിങ്ങളങ്ങനെ പുറത്തൊന്നും പോയിട്ടില്ലല്ലോ. ഇന്ന് വേണ്ടേട്ടാ. ഇന്ന് തന്നെ പോണം. ചില കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. ഏട്ടൻ അനിയത്തോട് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമാണെന്ന് മനസ്സിലാക്ക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ഇറങ്ങാൻ മനസ്സാ. ഈ ഏട്ടനെ കൊണ്ട് ഞാൻ തോറ്റു.
അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല ഹരിയേട്ടാ. കുഴപ്പം അതെനിക്കാണെന്ന് തോന്നുന്നു. എന്റെ കണ്ണിലെ 2 കൃഷ്ണമണികൾ പോലെയാണ് നീയും മാനസിയും എന്ന് നിന്നോടൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലൊരാൾ എന്റെ നെഞ്ചിൽ കത്തി കുത്തിയിറക്കി. അന്ന് ഞാൻ നിന്നോട് ചോദിച്ചിരുന്നു മൈന, എന്റെ നെഞ്ചിൽ കുത്തിയിറക്കാൻ അദൃശ്യമായൊരു കഠാര നീ കരുതി വെച്ചിട്ടുണ്ടോ? നീ ഒന്നും പറഞ്ഞില്ല അന്ന്. ഇപ്പൊ നീ ആ കഠാര പിടിവരെ കുത്തിയിറക്കി കളഞ്ഞല്ലോ മോളെ. നീ എന്റെ ഹൃദയത്തിൽ. പ്രായം തികഞ്ഞ പെണ്ണ് അച്ഛന്റെ സഹോദരന്റെ ഉള്ളിൽ തീയാണ്. അവളെ ഒരു കൈപിടിച്ചേൽപ്പിക്കുന്നവരെ അതിങ്ങനെ പുകഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ഇപ്പോ എന്റെ ഹൃദയം തന്നെ വെന്ത് വെണ്ണീറാക്കി കളഞ്ഞല്ലോ മോളെ. നീ കൂട്ടിനൊരാളെ കൈപിടിച്ചേൽപ്പിക്കാത്തപ്പോ ഒരു സഹോദരൻ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു വാക്ക്, അതാ മോളെ ഞാനിന്ന് കേട്ടത്. മറ്റൊന്നും അറിയണ്ട എനിക്ക്. അതാരാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. എന്താ ഹരിയേട്ടാ? നിനക്കൊന്നും അറിയില്ലല്ലേ? നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി എനിക്ക്. അറിഞ്ഞേ തീരും എനിക്ക്. ആരാണത്? പറയാൻ ആരാണത്? കരഞ്ഞു കാണിച്ചുകൊണ്ട് കാര്യമില്ല മൈന. കുറ്റവാളികളും നിരപരാധികളുമായ ഒരുപാട് പേരുടെ മുഖങ്ങൾ ഓരോ ദിവസവും കടന്നു പോകുന്നുണ്ട് SP ഹരിശങ്കറിന്റെ ജീവിതത്തിലൂടെ. സ്വന്തം വീട്ടിൽ വരുമ്പോ പക്ഷെ ഹരിശങ്കർ പോലീസ് യൂണിഫോം അഴിച്ചു വെച്ചു. സ്നേഹവും വാത്സല്യവും കരുതലും ഒക്കെ മതി കുടുംബത്തിലെന്ന് കരുതി ഞാൻ. ഒരു ബീറ്റ് പോലീസുകാരന്റെ ജാഗ്രതയോടെ സ്വന്തം പെങ്ങന്മാരുടെ മുമ്പിൽ നടന്നില്ല. തെറ്റായിപ്പോയി അതൊക്കെയെന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. പറഞ്ഞേ തീരുമൈന. അത് പറയാതെ നിന്നെ ഞാൻ വിടില്ല. ചോദിക്കല്ലേ ഹരിയേട്ടാ, എന്നോടൊന്നും ചോദിക്കല്ലേ. പഴിച്ചുപോയി ഈ പെങ്ങൾ. വിട്ടുകളഞ്ഞേക്ക് ഈ പെങ്ങളെ ഹരിയേട്ടാ. മറന്നേക്ക്. എങ്ങോട്ടെങ്കിലും പോയിക്കോളാം ഞാൻ. ആരുടെ ജീവിതത്തിൽ ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ. നീ എങ്ങോട്ടെങ്കിലും പോയാൽ തീരുന്നതല്ല ഈ പ്രശ്നം. SP ഹരിശങ്കറിനെ കോമാളി വേഷം കെട്ടിച്ചുകൊണ്ട് നീ ആടിക്കൊണ്ടിരിക്കുന്ന നാടകത്തിന്റെ പൂർണ്ണ രൂപം അറിയണം എനിക്ക്.